ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ അച്ചാറാണ്. അതിനായിട്ട് ചെറിയ ചെമ്മീൻ വാങ്ങിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മുളക് പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. തീ കത്തിച്ച് ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണയൊന്ന് ഒഴിക്കാം. ഇത്ര എണ്ണ നമുക്ക് ഒഴിച്ചാൽ മതി. ചെമ്മീൻ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഇത്തിരി ഏറെ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നന്നായി ചൂടായിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ ഇട്ട് വറുത്ത് വരാം. കുറച്ചിട്ടാൽ മതിയോ. നമ്മുടെ ചെമ്മീനെല്ലാം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വറുത്തത് കോരിയെടുക്കാം. ചെമ്മീൻ ഇടുമ്പം കുറേയൊക്കെ തോന്നും, പക്ഷെങ്കിലും മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചേ കിട്ടുകയുള്ളൂ. ഒരു ചട്ടി നിറച്ചും അങ്ങോട്ട് ഇട്ടതാണ്. ഇത്രമേ ഉള്ളൂ നമുക്ക് വന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴേ. നമ്മൾ ആദ്യം ഇട്ട ചെമ്മീനെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ വറുത്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീനെല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. ലാസ്റ്റ് ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇട്ട് നമുക്ക് വറുത്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ 4 കിലോ ചെമ്മീനാണ് ഈ വറുത്ത് കോരിയേക്കുന്നത്. ഒരു 2 കിലോയ്ക്ക് കാണുമായിരിക്കും. എണ്ണ ചൂടായി, അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ലാസ്റ്റ് ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇത്തിരി ഇടുന്നുള്ളൂ. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും ചേർത്ത് വഴറ്റി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരുപാട് മൂത്ത് പോകല്ലേ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തേക്കാം. നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കാവുള്ളൂ വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ നമുക്ക് അച്ചാറിനകത്തൊന്ന് കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി തിളച്ച വെള്ളം ഉപയോഗിച്ച് ഇത് കുഴച്ച് വയ്ക്കണം. പച്ചപ്പൊടി വെറുതെ ഇടുന്നതിലും നല്ലത് തിളച്ച വെള്ളമാകുമ്പം ഈ പൊടി ഒന്നും മൂക്കാൻ എളുപ്പമാണ്. പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്ക് മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഇതിനകത്തുള്ളൂ. ആ എണ്ണയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മുടെ അച്ചാർ അധികം എണ്ണയൊന്നും ഇല്ലാതെ ഇരിക്കും. നമ്മുടെ മുളക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിലേക്കായി, പച്ചമണമൊക്കെ മാറി. ഇനിയിപ്പം ഞങ്ങൾ ചെമ്മീനച്ചാർ ഇടാൻ കാര്യം എന്താണെന്നോ, മൂത്ത മക്കൾ 2 പേരും ജർമ്മനിയിലാണ്. ഞങ്ങൾക്ക് 3 പിള്ളേരാണ്. മോൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ്. നാളെ അവൻ പോകും. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം.
വിനാഗിരി ഒഴിച്ച് ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ വറുക്കാൻ നേരം ഉപ്പിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് പുളിയൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് അതിനകത്ത് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വിനാഗിരി. അവരവരുടെ ആവശ്യാനുസരണമാണ് പുളിയൊക്കെ വേണ്ടുന്നത് പോലെ വിനാഗിരി ഒഴിക്കുക. നമുക്ക് വറുത്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കൊടുത്തു വിടാനായതുകൊണ്ട് ചാറൊന്നുമില്ല. ഇവിടെ അച്ചാർ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവ ഇച്ചിരി വറുക്കാൻ നേരം ഇട്ടതാണ്. ഇതിപ്പോൾ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് എരിവൊന്ന് മുമ്പിൽ നിൽക്കാതെ നമുക്ക് ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത്തിരി മധുരം ചെല്ലുമ്പം എരിവ് അറിയത്തില്ല. ഒരുപാട് ചേർക്കില്ല, ഒരു സ്പൂണൊക്കെ മതി. നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി അതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പെല്ലാം നല്ല പാകത്തിനുണ്ട്. അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.